യെസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പേ ബാക്ക് പീരീഡ് മെത്തേഡായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? പേ ബാക്ക് പീരീഡ് അതിന്റെ പ്രോബ്ലം ആണ് നമ്മൾ ചെയ്തത്. അതിൽ തന്നെ എന്തായിരുന്നു ആ പേ ബാക്ക് പീരീഡ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് വൺ നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ് ഓർ ട്രഡീഷണൽ മെത്തേഡ്സ്. ദെൻ സെക്കൻഡ് വൺ ഡിസ്കൗണ്ടിങ് ക്രൈറ്റീരിയ ഓർ മോഡേൺ മെത്തേഡ്സ്. അതിൽ ഫസ്റ്റ് കാറ്റഗറിയിലെ ട്രഡീഷണൽ മെത്തേഡ്സിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ അർജൻസി മെത്തേഡ്, then second one payback method, third one average rate of return method. Second group, second classification modern methods le discounted payback period method, net present value method, benefit cost ratio, then internal rate of return, then net terminal value method. അപ്പൊ ഇതിലെ ട്രഡീഷണൽ മെത്തേഡ്സ് എന്താന്ന് പറഞ്ഞു, അതിൽ അർജൻസി മെത്തേഡ് പറഞ്ഞു, അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇനി പേ ബാക്ക് പീരീഡ് മെത്തേഡ് അല്ലെങ്കിൽ PBP എന്ന് പറയുമ്പോൾ അതും പറഞ്ഞു. അതിന്റെ ഇക്വേഷൻ പേ ബാക്ക് പീരീഡ് ഈസ് ഈക്വൽ ടു I ഡിവൈഡ് ബൈ C, ഒറിജിനൽ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ. അവിടെ വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ദെൻ അതിന്റെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു. അതിന്റെ തന്നെ ക്യാഷ് ഇൻഫ്ലോസ് ആർ ഈക്വൽ എന്നുള്ള ഒരു കേസും അതുപോലെ ക്യാഷ് ഇൻഫ്ലോസ് ആർ അൺഈക്വൽ എന്നുള്ള കേസിലും രണ്ട് തരത്തിൽ നമ്മൾ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ സ്യൂട്ടബിലിറ്റി അല്ലെങ്കിൽ ഈ പേ ബാക്ക് മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിന്റെ അഡ്വാൻറ്റേജസ് ഒന്നുമില്ല. ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു അപ്ലൈ. വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ഏവർക്കും എത്രയും പെട്ടെന്ന് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് PBP എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് മിനിമൈസസ് ദ പോസിബിലിറ്റി ഓഫ് ലോസസ് ത്രൂ ദ ഒബ്സലസൻസ്. അതായത് ഈ ഒരു ഒബ്സലസൻസ് ഉള്ളത് കൊണ്ടുള്ള നഷ്ടങ്ങൾ, അതിന്റെ സാധ്യതകള് ഏറെക്കുറെ മിനിമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ലിക്വിഡിറ്റി. അതായത് ഇവിടെ നമ്മൾ ലിക്വിഡിറ്റി പ്രൊസീജിയർ ആണ് കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ പ്രോജക്ട്സ് വിത്ത് ഹൈ അൺസർട്ടനിറ്റി. ഓക്കെ, ഇത്രയൊക്കെയാണ് PBP മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ദെൻ അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് ഇറ്റ് ഇഗ്നോർസ് ദ ടൈം വാല്യൂ ഓഫ് മണി. ഈ ഒരു PBP മെത്തേഡിലെ ടൈം വാല്യൂ ഓഫ് മണി, ടൈം വാല്യൂ പണത്തിന്റെ ടൈം വാല്യൂ പരിഗണിക്കുന്നില്ല. അതൊരു ലിമിറ്റേഷൻ ആണ്. ദെൻ ഇറ്റ് കംപ്ലീറ്റ്ലി ഇഗ്നോർസ് ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ ദ പേ ബാക്ക് പീരീഡ്. ഈ PBP എന്ന് പറയുമ്പോൾ നമ്മള് ഒരു പേ ബാക്ക് പീരീഡ് എത്തിക്കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ക്യാഷ് ഫ്ലോസ് പരിഗണിക്കുന്നില്ല. ആ ഒരു PBP സ്റ്റേജ് വരെ, PBP മീൻസ് ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ നെറ്റ് ക്യാഷ് ഇൻഫ്ലോ ഓർ ദ I ഡിവൈഡ് ബൈ C. I is equal to original cost of the project or cash outlay divided by C net earnings annual net cash inflow. അപ്പൊ അതില് ആ ഒരു PBP എത്ര വർഷം കൊണ്ടാണോ ആ ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ അത് റിക്കവേർഡ് ആവുന്നത്, എത്ര വർഷം കൊണ്ടാണോ അതിനുശേഷമുള്ള ക്യാഷ് ഇൻഫ്ലോ ഇവിടെ ഇറ്റ്സ് ഡസ് നോട്ട് കൺസിഡേർഡ് ഇൻ ദ PBP അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ ദ PBP പേ ബാക്ക് പീരീഡ്. പേ ബാക്ക് പീരീഡിന് ശേഷമുള്ളത് പിന്നീട് ക്യാഷ് ഇൻഫ്ലോ. അതായത് നമ്മളിപ്പോ ഒരു 5 വർഷം കൊണ്ട് 1 lakh rupees ആണ് അതിന്റെ കോസ്റ്റ് എങ്കിൽ അത് 5 വർഷം കൊണ്ട് അത് റിക്കവേർഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള 5 വർഷത്തിന് ശേഷമുള്ള ക്യാഷ് ഇൻഫ്ലോ ഇവിടെ പരിഗണിക്കുന്നില്ല. അതൊരു പോരായ്മയായിട്ട് പറയാണ്. പിന്നെ നെക്സ്റ്റ്, ഇറ്റ് ഡസ് നോട്ട് മെഷർ പ്രോഫിറ്റബിലിറ്റി ഓഫ് പ്രോജക്ട്സ്. ഇറ്റ് ഡസ് നോട്ട് മെഷർ പ്രോഫിറ്റബിലിറ്റി ഓഫ് പ്രോജക്ട്സിന്റെ പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ച് മെഷർ ചെയ്യപ്പെടുന്നില്ല. ദെൻ ഇറ്റ് ഡസ് നോട്ട് മെഷർ ദ റേറ്റ് ഓഫ് റിട്ടേൺ. എത്രത്തോളം റിട്ടേൺ ഉണ്ടായി, അതിന്റെ റേറ്റ് എത്രയാണ്, അതും പരിഗണിക്കുന്നില്ല. ജസ്റ്റ് ഓൺലി ഫോക്കസിങ് ഓൺ ദ PBP പേ ബാക്ക് പീരീഡ് ആണ് ജസ്റ്റ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതായത് നമുക്ക് എത്ര കോസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കോസ്റ്റ് എത്ര വർഷം കൊണ്ട് റിക്കവർ ആയി എന്നുള്ള
ആ ഒരു ഇയർ അല്ലെങ്കിൽ അത് എത്ര ആ ഡ്യൂറേഷൻ ആ ഒരു പീരീഡ് മാത്രമേ ഇവിടെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ നെക്സ്റ്റ് പറയുന്നത് മോഡേൺ പേബാക്ക് പീരീഡ് മെത്തേഡ് ആണ്. മോഡേൺ പേബാക്ക് പീരീഡ് മെത്തേഡിൽ തന്നെ ഇവിടെ ദ പോപ്പുലാരിറ്റി ഓഫ് പേബാക്ക് പീരീഡ് ഹാസ് പ്രൊമോട്ടഡ് എഫേർട്സ് ടു ദ എലിമിനേറ്റ് സം ഇറ്റ്സ് മേജർ ഡ്രോബാക്സ്. ആ ഒരു പേബാക്ക് പീരീഡിൽ ഉണ്ടായിട്ടുള്ള ചെറിയ ഡ്രോബാക്സുകളെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു മോഡേൺ പേബാക്ക് പീരീഡ് മെത്തേഡ്സിലെ വരുന്നത്. ഈ ഒരു കോൺസെപ്റ്റിൽ തന്നെ ഡിഫറെന്റ് കോൺസെപ്റ്റ് വരുന്നുണ്ട്. അതില് ഫസ്റ്റ് വൺ മോഡേൺ പേബാക്ക് പീരീഡിലെ ഫസ്റ്റ് വൺ ആയിട്ട് വരുന്നത് എന്താണ്? പോസ്റ്റ് പേബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ്. പോസ്റ്റ് പേബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ്. ഇതിലെ ഈ ഒരു പ്രോഫിറ്റബിലിറ്റി മെത്തേഡിലെ അവിടെ നമ്മൾ പേബാക്ക് പീരീഡിന്റെ ലിമിറ്റേഷൻസ് അത് ഇഗ്നോർ ചെയ്തുകൊണ്ട് ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ ദ പേബാക്ക് പീരീഡ്. അത് നേരത്തെ നമ്മൾ പേബാക്ക് പീരീഡ് ചെയ്ത സമയത്ത് ആ ചെയ്ത പ്രോബ്ലം നിങ്ങൾ മനസ്സിൽ കാണുക. ആ ചെയ്ത സമയത്ത് പേബാക്ക് പീരീഡിന് ശേഷമുള്ള ക്യാഷ് ഇൻഫ്ലോസ് പരിഗണിക്കുന്നില്ല. പക്ഷെ ഇവിടെ അതല്ല പറയുന്നത്. ഇറ്റ് ഇഗ്നോർസ് ദ ക്യാഷ് ഇൻഫ്ലോസ് ആഫ്റ്റർ ദ പേബാക്ക് പീരീഡ്. ആ ഒരു ലിമിറ്റേഷൻ ഓവർകം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു മെത്തേഡിലെ ഹാസ് ബീൻ ഡെവലപ്ഡ് ടു ഓവർകം ദിസ് ലിമിറ്റേഷൻ അണ്ടർ പേബാക്ക് പീരീഡ് മെത്തേഡ്. ദ എൻറ്റയർ ക്യാഷ് ഇൻഫ്ലോസ് generated from a project during its working life are taken into account. അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു പോസ്റ്റ് പേബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡിലെ പോസ്റ്റ് പേബാക്ക് പ്രോഫിറ്റബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ അത് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് ഇൻ ലൈഫ് മൈനസ് ഇനീഷ്യൽ കോസ്റ്റ് അല്ലെങ്കിൽ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഇൻടു ടോട്ടൽ ലൈഫ് മൈനസ് പേബാക്ക് പീരീഡ്. ഇത് ഞാൻ ബോർഡിൽ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇതിന്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ബോർഡിൽ ചെയ്യുന്ന കാര്യങ്ങള് അതാത് സമയത്ത് തന്നെ നിങ്ങൾ എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നുണ്ട് കൃത്യമായിട്ട്. ആ ക്വസ്റ്റ്യനും ഞാൻ പറയുന്ന സമയത്ത് എഴുതിയെടുക്കുക. പിന്നെ പ്രോബ്ലം ബോർഡിൽ കാണുന്ന സമയത്ത് തന്നെ ആ പ്രോബ്ലം എഴുതിയെടുക്കുക. ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അത് നോക്കിക്കൊണ്ട് തന്നെ നോട്ടില് ക്ലാസ് ചെയ്യുന്ന പോലെ തന്നെ നോട്ടില് എഴുതിയെടുക്കണം, നിർബന്ധമാണ്. പിന്നീട് ഞാൻ ആ പ്രോബ്ലത്തിന്റെ നോട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്രോബ്ലം തരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് തിയറി വേണ്ടത് മാത്രമാണ് നോട്ടായിട്ട് തരുക. ഈ പ്രോബ്ലം നിങ്ങൾ ബോർഡിൽ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ചെയ്തെടുക്കുക. പിന്നെ മുമ്പേ ഞാൻ തന്നിട്ടുണ്ട് ഈ പേബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ. അതൊക്കെ കറക്റ്റ് ബോർഡിൽ നോട്ടിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നോക്കുക. ഇതിലിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് പേബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡാണ്. ഓക്കെ, യെസ്, ശ്രദ്ധിക്കാം. പോസ്റ്റ് പേബാക്ക് പ്രോഫിറ്റബിലിറ്റി ഈസ് ഈക്വൽ ടു അതിന്റെ ഇക്വേഷൻ വരുന്നത് ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് ഇൻ ലൈഫ്, ടോട്ടൽ cash inflows in life minus initial cost. For post payback profitability is equal to total cash inflows in life minus initial cost. Initial cost എന്നാണ് ഇത്. ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് ഇൻ ലൈഫ് മൈനസ് ഇനീഷ്യൽ കോസ്റ്റ്. അല്ലെങ്കിൽ ഓർ അടുത്ത ഇക്വേഷൻ വരുന്നത് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഇൻടു ആനുവൽ cash inflows into ബ്രാക്കറ്റിലെ ടോട്ടൽ ലൈഫ് മൈനസ് പേബാക്ക് പീരീഡ്. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ ആണ് ഇതിനുള്ളത്. പോസ്റ്റ് പേബാക്ക് പ്രോഫിറ്റബിലിറ്റി is equal to total cash inflows
in life minus initial cost or annual cash inflows into total life minus payback period. ഈ payback period എന്ന് പറയുമ്പോൾ ഇതിലെ നമ്മൾ സെക്കൻഡ് ഫോർമുല അതാണ് എന്താണ് when annual cash inflows are equal second formulas are useful. എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ എപ്പോഴാണോ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ ആവുന്നത് ആ സമയത്ത് ഈക്വൽ ആവുന്ന സമയത്ത് നമ്മൾ ഈ രണ്ടാമത്തെ ഫോർമുല ആണ് അപ്ലൈ ചെയ്യുന്നത്. രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുമ്പോൾ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഇൻടു ബ്രാക്കറ്റിലെ ടോട്ടൽ ലൈഫ് മൈനസ് പേബാക്ക് പീരീഡ്. ടോട്ടൽ ലൈഫ് മൈനസ് പേബാക്ക് പീരീഡ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. പോസ്റ്റ് പേബാക്ക് പ്രോഫിറ്റബിലിറ്റി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഇക്വേഷൻ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് ഇൻ ലൈഫ് മൈനസ് ബോർഡിൽ ക്ലിയർ ആകുന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന വെച്ചുകൊണ്ട് ചെയ്യുക. ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് ഇൻ ലൈഫ് മൈനസ് ഇനീഷ്യൽ കോസ്റ്റ് ഓർ ആനുവൽ സെക്കൻഡ് ഫോർമുല എന്ന് പറയുമ്പോൾ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഇൻടു ബ്രാക്കറ്റിലെ ടോട്ടൽ ലൈഫ് മൈനസ് പേബാക്ക് പീരീഡ്. അപ്പൊ ഇവിടെ ഈ ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞു. ഈ ഇക്വേഷനില് നമ്മള് ആദ്യത്തെ എപ്പോഴാണോ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ ആവുന്ന സമയത്ത് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ഫോർമുല അപ്ലൈ ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. ക്വസ്റ്റ്യൻ ഫോർ ഈച്ച് ഓഫ് ദ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണേ. ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോജക്ട്സ് കമ്പ്യൂട്ട് A payback period and B post payback profitability. ഒന്നുകൂടെ പറയാം. ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോജക്ട്സ് കമ്പ്യൂട്ട് പേബാക്ക് പീരീഡ് ആൻഡ് പോസ്റ്റ് പേബാക്ക് പ്രോഫിറ്റബിലിറ്റി. അപ്പൊ രണ്ടെണ്ണം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ആദ്യം പേബാക്ക് പീരീഡ് ദെൻ പോസ്റ്റ് പേബാക്ക് പ്രോഫിറ്റബിലിറ്റി. അതിന് താഴെ പ്രോജക്റ്റ് എ ഞാൻ കാണിച്ചുതരാം. ബോർഡിൽ ചെയ്ത് എഴുതി തരാം. പ്രോജക്റ്റ് എ പ്രോജക്റ്റ് എയിലെ ഇനീഷ്യൽ ഔട്ട്ലേ 1 lakh. Then annual cash inflows ഈ പ്രോജക്റ്റ് എയിൽ തന്നെയാണ്. ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് അതിന്റെ ബ്രാക്കറ്റിലെ ആഫ്റ്റർ ടാക്സ് but before depreciation amount 20,000. Then അടുത്തത് estimated life. അതിൽ തന്നെ estimated life 8 years. Okay. Any project B അതിൻ്റെത് ഇനീഷ്യൽ ഔട്ട്ലേ എത്രയാണ്? ₹1 lakh. ₹1 lakh.
then annual cash inflows, അതിന്റെ ബ്രാക്കറ്റിൽ നേരത്തെ എഴുതിയ പോലെ തന്നെ എന്താണ് ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ എന്ന് കൊടുക്കണം. ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ എന്ന് കൊടുക്കുക. ഞാൻ അവിടെ ഷോർട്ടായിട്ട് എഴുതി വെക്കുന്നതാണ്. അപ്പൊ അവിടെ അതിന് വരുന്നത് പ്രോജക്ട് ബിയില് ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് എത്രയാണ്? ഫസ്റ്റ് 3 years, ആദ്യത്തെ 3 വർഷം വരുന്നത് 30,000. Then next 5 years, എത്രയാണ്? നെക്സ്റ്റ് 5 years 10,000. എസ്റ്റിമേറ്റഡ് ലൈഫ് 8 years. എസ്റ്റിമേറ്റഡ് ലൈഫ് 8 years. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി അതിനെയാണ് നമ്മൾ സൊല്യൂഷൻ കാണേണ്ടത്. പ്രോജക്റ്റ് എന്റെ അതുപോലെ പ്രോജക്റ്റ് ബി രണ്ടും നമുക്ക് കാണേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പ്രോജക്റ്റ് എന്റെ ഇനീഷ്യൽ ഔട്ട്ലേ ₹1 lakh, ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് 20,000 ആണ്, എസ്റ്റിമേറ്റഡ് ലൈഫ് 8 years ആണ്. എന്താ അതിന്റെ മീനിങ്? ആ ഇനീഷ്യൽ ഔട്ട്ലേ എന്ന് പറയുമ്പോ നമുക്ക് ഉണ്ടായിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. പിന്നെ അതുപോലെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുമ്പോൾ ഓരോ വർഷവും തിരിച്ചു കിട്ടുന്നത് 20,000 ആഫ്റ്റർ ടാക്സ് ബട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ. 20,000 രൂപ വെച്ചുകൊണ്ട് നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ആണ്. ഇൻഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് വരുന്നത്. പിന്നെ അതിന്റെ ഏകദേശം എത്ര ലൈഫ് പറയുന്നുണ്ട്? എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുമ്പോൾ 8 years ആണ് പറയുന്നത്. 8 വർഷത്തോളം കിട്ടുന്നുണ്ട്. അതുപോലെ പ്രോജക്റ്റ് ബിന്റെ എന്താ പറയുന്നത്? ഇനീഷ്യൽ ഔട്ട്ലേ 1 ലക്ഷം രൂപയാണ്. ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് എങ്ങനെയാ പറയുന്നത്? ആദ്യത്തെ 3 വർഷം, ഫസ്റ്റ് 3 years, ആദ്യത്തെ 3 വർഷം 30,000. നെക്സ്റ്റ് 5 years, ആദ്യത്തെ 3 വർഷം ഓരോ വർഷം 30,000. ദെൻ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 5 years, പിന്നീട് വരുന്ന 5 വർഷങ്ങളിൽ വരുന്നത് 10,000 ആണ്. എസ്റ്റിമേറ്റഡ് ലൈഫ് എത്രയാണ്? 8 years. അപ്പൊ 8 വർഷം തന്നെയാണ് ഇതിന്റെ എസ്റ്റിമേറ്റഡ് ലൈഫ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ കാണും നോക്കാം. നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കാണുന്നത് ആദ്യം പ്രോജക്റ്റ് എയുടേത് കാണാം. പ്രോജക്റ്റ് എ നമ്മളിപ്പോ ചെയ്യുന്നത് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡാണ്. അതിലെ പ്രോജക്റ്റ് എ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അത് ഞാൻ കൊടുക്കുകയാണ്. പ്രോജക്റ്റ് എ അവിടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 1 lakh. അതുപോലെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുമ്പോ എത്രയാണ്? പേ ബാക്ക് പീരീഡ് നമുക്ക് എത്ര കിട്ടും? ഇവിടെ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. പേ ബാക്ക് പീരീഡ് എത്ര വർഷം കൊണ്ട്, ഈ 1 ലക്ഷം രൂപ നമുക്ക് എത്ര വർഷം കൊണ്ട് റിക്കവർ ആവും എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് എത്രയുണ്ട്? 1 വർഷം 20,000 അല്ലേ? അപ്പൊ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ₹1 lakh. ദെൻ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? പേ ബാക്ക് പീരീഡ് ആണ്. പേ ബാക്ക് പീരീഡ് പീരീഡില് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ ചെയ്യാം. കാരണം 1 ലക്ഷം രൂപയാണ് അതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഓരോ വർഷം 20,000 വെച്ചുകൊണ്ട് നമുക്ക് ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്. 8 വർഷമാണ്. അങ്ങനെയാണെങ്കിൽ 1 ലക്ഷം രൂപ ആവണമെങ്കിൽ എത്ര വർഷം കൊണ്ട്
1 ലക്ഷം ഇനീഷ്യൽ ഔട്ട്ലേ കിട്ടുന്നുള്ളതാണ്. 1 ലക്ഷം രൂപ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നുള്ളത്. അപ്പൊ ഓരോ വർഷം 20,000 ഉണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് എന്താവും 20,000 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 1 ലക്ഷം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പേ ബാക്ക് പീരീഡ് എത്രയാണ്? 5 വർഷം അല്ലെ? 5 ഇയേഴ്സ്. എങ്ങനെയാ 5 ഇയേഴ്സ് കിട്ടുന്നത്? ഈ 1 ലക്ഷം രൂപ എത്ര വർഷം കൊണ്ടാണ് നമുക്ക് റിക്കവേർഡ് ആവുന്നത്? നമ്മളെ കയ്യിൽ ചെലവായ പൈസ എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. അവിടെ എല്ലാ വർഷവും ഓരോ വർഷവും 20,000 വെച്ചുകൊണ്ട് 8 വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. ആ 8 വർഷം അവിടെ നിൽക്കട്ടെ. ഇവിടെ ഇപ്പൊ പേ ബാക്ക് പീരീഡ് എന്ന് പറയുമ്പോൾ അത് റിക്കവർ ആവുന്നത് എത്ര വർഷം കൊണ്ടെന്നാണ്. അപ്പൊ 20,000 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ ഇവിടെ 1 lakh റിക്കവേർഡ് ആവും. അപ്പൊ PBP പേ ബാക്ക് പീരീഡ് എന്ന് പറയുമ്പോൾ 5 ഇയേഴ്സ് കിട്ടും. ഇനി അതിന്റെ നമുക്കിവിടെ കാണേണ്ടത് എത്രയാണ്? പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ പേ ബാക്ക് കിട്ടും. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 20,000 ആണ്. പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ഈസ് ഈക്വൽ ടു പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ഈസ് ഈക്വൽ ടു എന്ന ഇക്വേഷൻ വരുന്നത് അതിന്റെ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് ഇൻ ലൈഫ് മൈനസ് ഇനീഷ്യൽ കോസ്റ്റ്. Total cash inflows in life minus initial cost. അപ്പൊ ഇവിടെ എത്രയുണ്ടാവും? ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് ഇൻ ലൈഫ് എന്ന് പറയുമ്പോ എത്രയുണ്ട്? 20,000 ഇൻറ്റു എത്ര വർഷം കിട്ടുന്നുണ്ട്? 8 വർഷം പറയുന്നുണ്ട് അല്ലെ? ഒരു വർഷം 20,000 ആണ്. അങ്ങനെ 8 വർഷം വരുന്നുണ്ട്. 20,000 ഇൻറ്റു 8 അവിടെ എത്ര വരുന്നത്? മൈനസ് ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ 1 lakh. ഓക്കെ, അങ്ങനെയാകുമ്പോ 1,60,000 മൈനസ് 1 lakh is equal to rupees 60,000. അപ്പൊ പ്രോജക്റ്റ് എ ആണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. പ്രോജക്റ്റ് എയിലെ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? rupees 60,000 കിട്ടി അല്ലേ? അപ്പൊ ഇവിടെ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 20,000 ഇൻറ്റു 8 വർഷമാണ്. 8 മൈനസ് 5 എന്ന് പറയുമ്പോൾ 3 വെച്ചുകൊണ്ട് നമുക്കതിനെ 20,000 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 60,000. അല്ലെങ്കിൽ ഈ ഇതിൽ തന്നെ ഇങ്ങനെ തന്നെ ചെയ്യാം. 20,000 ഇൻറ്റു 8 മൈനസ് 1 lakh. അപ്പൊ 1,60,000 മൈനസ് 1 lakh ഇസ് ഈക്വൽ ടു 60,000. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? നമുക്ക് 1 lakh ആണ് ഇനീഷ്യൽ ഔട്ട്ലേ. ഈ ഇവിടെ ഉണ്ടായിട്ടുള്ള ചെലവ് കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്. അത് റിക്കവേർഡ് ആവുന്നത് 5 വർഷം കൊണ്ട് റിക്കവേർഡ് ആയി. ബാക്കി എത്രയും കൂടെ വരുന്നുണ്ട്? 60,000 ആണ്. ഇത് നമുക്ക് എന്തായിട്ട് പറയാം? പ്രോഫിറ്റ് ആയിട്ട് സോൾവ് ചെയ്യാം. പ്രോഫിറ്റ് ആയിട്ട് പറയാം. പ്രോഫിറ്റബിലിറ്റി പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി കാണുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. പേ ബാക്ക് പീരീഡ് കഴിഞ്ഞാല് ഉള്ള ക്യാഷ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എത്ര പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇതിപ്പോ പ്രോജക്റ്റ് എ ആണ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോജക്റ്റ് ബി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എത്രയുണ്ട് വരുന്നത് നോക്കാം. പ്രോജക്റ്റ് ബി പ്രോജക്റ്റ് ബിയിലെ അവിടെ ഇനീഷ്യൽ ഔട്ട്ലേ എത്രയാണ്? 1 lakh ആണ്. rupees 1 lakh. പ്രോജക്റ്റ് ബി ക്യാഷ് ഇൻഫ്ലോസ് ആർ ഇവിടെ കേസ് രണ്ടാമത്തെ കേസ് ആണ്. പ്രോജക്റ്റ് എയിലെ ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ ആണെങ്കിൽ പ്രോജക്റ്റ് ബിയിലെ ഇവിടെ ക്യാഷ് ഇൻഫ്ലോസ് ആർ നോട്ട് ഈക്വൽ. അവിടെയാണ് രണ്ടും തമ്മിൽ വ്യത്യാസം വരുന്നത്. പ്രോജക്റ്റ് എയും പ്രോജക്റ്റ് ബിയും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പ്രോജക്റ്റ് എയില് ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ ആണെങ്കിൽ ഓരോ വർഷവും 20,000 വെച്ചുകൊണ്ടാണ് കിട്ടുന്നത്.
പക്ഷെ ഇവിടെ രണ്ടാമത്തെ പ്രോജക്റ്റ് ബിയിലെ അവിടുത്തെ സിറ്റുവേഷൻ, അതായത് ഈ ക്യാഷ് ഇൻഫ്ലോസ് ആർ നോട്ട് ഈക്വൽ ആണ്. അപ്പൊ ക്യാഷ് ഇൻഫ്ലോസ് ഈക്വൽ അല്ലെങ്കിൽ therefore the payback period is calculated in the equation annual cash inflows into total life minus payback period. ഇവിടെ എങ്ങനെ ചെയ്യുന്നത് നോക്കുക. ക്യാഷ് ഇൻഫ്ലോസ് ആർ നോട്ട് ഈക്വൽ ആണ്. പ്രോജക്ട് ബിയിലെ അവിടെ സൈഡിൽ എഴുതിയേക്കുക ക്യാഷ് ഇൻഫ്ലോസ് ആർ നോട്ട് ഈക്വൽ. ക്യാഷ് ഇൻഫ്ലോസ് ആർ നോട്ട് ഈക്വൽ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ആദ്യത്തെ ഫസ്റ്റ് ഇയർ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുമ്പോ ഫസ്റ്റ് ഇയർ ക്യാഷ് ഇൻഫ്ലോ 30,000 ആണ്. 30,000 ക്വസ്റ്റ്യനിലുണ്ട്. എങ്ങനെയാണ് ഫസ്റ്റ് 3 years 30,000 ആണ്. അപ്പൊ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും 30,000, തേർഡ് ഇയറിലും 30,000, ടോട്ടൽ എത്രയായി 30,000, 30,000, 30,000. ഇപ്പൊ 90,000 ആയി. നമുക്കുള്ള ഇനീഷ്യൽ ഔട്ട്ലേ എത്രയാണ് 1 lakh. അപ്പൊ ഇവിടെ എത്രയും കൂടെ മതി, ഒരു 10,000 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്യാഷ് ഇനീഷ്യൽ ഔട്ട്ലേ കിട്ടും 1 lakh. അപ്പൊ ഇവിടെ ആദ്യത്തെ 3 വർഷം ആനുവലി വരുന്നത് ക്യാഷ് ഇൻഫ്ലോ ₹30,000 ആണ്. ആദ്യത്തെ 3 വർഷം. ആ 3 വർഷം ഫസ്റ്റ് ഇയർ 30,000, സെക്കൻഡ് ഇയർ 30,000 ആൻഡ് തേർഡ് ഇയർ 30,000. പിന്നെന്താണ്, ഒരു 10,000 റുപ്പീസും കൂടെ മതി നമുക്ക് പേ ബാക്ക് പീരീഡ് ആവാൻ, അതായത് ഇനീഷ്യൽ ഔട്ട്ലേ റിക്കവേർഡ് ആവാൻ. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ഇയറിൽ എത്രയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, ഫസ്റ്റ് 3 years 10,000, നെക്സ്റ്റ് 5 years ഫസ്റ്റ് 3 years 30,000, നെക്സ്റ്റ് 5 years എത്രയാണ് 10,000. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ഇയർ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുമ്പോ എത്ര വരുന്നുണ്ട് 10,000. ഇവിടെ നമുക്ക് എന്തായി ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാല് 1 lakh കിട്ടും. അപ്പൊ പേ ബാക്ക് പീരീഡ് PBP നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, പേ ബാക്ക് പീരീഡ് ഈസ് 4 years. PBP is equal to 4 years. 4 years ആണ്. ഇനി നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ആണ്. പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി. പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ, ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് ഇൻ ലൈഫ് മൈനസ് ഇനീഷ്യൽ കോസ്റ്റ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് ഇൻ ലൈഫ് മൈനസ് ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് ഇവിടെ എത്രയുണ്ട്, ഈ 30,000 ആദ്യത്തെ 3 വർഷം എങ്ങനെയാണ് ടോട്ടൽ, ഈ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്, ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് in life minus initial cost. അവിടെ എത്ര വരുന്നുണ്ട്, ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുമ്പോ 30,000 plus 30,000 plus 30,000 plus 10,000 plus 10,000. ഇതിന്റെ 10,000 എത്ര വർഷത്തേക്കാണെന്ന് മതി, ഇങ്ങനെ എഴുതണമെന്നില്ല. അതായത് നമുക്ക് ഇങ്ങനെ എഴുതുന്നതിന്റെ പകരം എങ്ങനെ എഴുതിയാൽ മതി, 30,000 എത്ര വർഷം വരുന്നുണ്ട്, 30,000ന്റെ 3 വർഷം 30,000ഉം പ്ലസ് 10,000 എത്ര വർഷം വരുന്നുണ്ട് ഇൻറ്റു 5. അങ്ങനെയാണെങ്കിൽ എത്ര വരും, 90,000 പ്ലസ് 50,000
ഇസ് ഈക്വൽ ടു 1,40,000. 1,40,000. അപ്പൊ ഇവിടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോസ് ഇൻ ലൈഫ് എന്ന് പറയുമ്പോൾ 1,40,000 മൈനസ് എന്താണ് ഇനീഷ്യൽ കോസ്റ്റ്. എത്ര കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്? 1,00,000. ഇതിന് എത്ര കോസ്റ്റ് ആണ്? 1,00,000. അപ്പൊ ഇവിടെ ആൻസർ എത്ര കിട്ടി? 40,000. ഇവിടെ പ്രോഫിറ്റ് ആയിട്ട് എത്ര? രണ്ടാമത്തെ പ്രോജക്റ്റ് ബിയില് പ്രോഫിറ്റ് ആയിട്ട് എത്ര വരുന്നുണ്ട്? 40,000 ആണ് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? പോസ്റ്റ് പ്രോഫിറ്റബിലിറ്റി, അതായത് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡിൽ പറയുന്നത്. ഈ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ് അല്ലാതെ തന്നെ ഇതിൽ പിന്നെയും പോസ്റ്റ് പേ ബാക്ക് പീരീഡ് മെത്തേഡും, പക്ഷെ അതൊന്നും നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങൾക്ക് ആകെ ഇതിൽ വരുന്നത് എന്താണ്? പേ ബാക്ക് പീരീഡും അതുപോലെ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡും ആണ്. അപ്പൊ ഇത് നല്ലോണം ഇത് കൃത്യമായിട്ട് ഇതുപോലെ തന്നെ ബോർഡിൽ ചെയ്ത് വെക്കുക. സോറി, നിങ്ങളുടെ ബോർഡിൽ കാണുന്ന പോലെ നോട്ടിൽ ചെയ്ത് വെക്കുക. ഇതേപോലെ ചെയ്ത് പഠിച്ചോളാം. എക്സാമിന് എന്തായാലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് PBP എന്ന് പറയുന്നത്, പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പഠിച്ചേ മതിയാവോ. അതുകൊണ്ട് കൃത്യമായിട്ട് അത് ചെയ്ത് നോട്ടിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, ചോദിച്ചോല. അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.